ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 125 സങ്കീർത്തനം 1 വാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലരായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. കുലുക്കങ്ങളും ഇളക്കങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. രാഷ്ട്രീയ മാറ്റങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം, രോഗങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, വ്യക്തിപരമായ ഭയങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കാറുണ്ട്. നമ്മിൽ അസ്ഥിരതയും ആകാംക്ഷയും ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് ഇതൊക്കെ. എന്നാൽ ഇളക്കുവാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഇളകാത്ത സിയോൻ പർവ്വതം പോലെയാണ്. കുലുങ്ങുന്ന ലോകത്ത് ഇളകാത്ത വിശ്വാസം എന്ന തിരുവചനത്തിലെ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് 3 പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒന്ന്, കർത്താവിലുള്ള ആശ്രയം നമുക്ക് സ്ഥിരത നൽകുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഇളകാത്ത സിയോൻ പർവ്വതം പോലെയാണ്. പാറക്കെട്ടുകളുള്ള ഒരു തീരത്ത് നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് അനേകം കപ്പൽ യാത്രക്കാർക്ക് ദിശാബോധം നൽകുന്നതാണ്. തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കാറ്റ് അലറുന്നു, പക്ഷേ ലൈറ്റ് ഹൗസ് കുലുങ്ങാതെ എന്നും നിലനിൽക്കും. അനേകം നാവികരെ സുരക്ഷിതമായി നയിക്കുന്ന ഒരു വലിയ വിളക്കാണ് അത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ് ഇത്. യെശയ്യാപ്രവചനം 26:3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കോളിളക്കത്തിലും കൊടുങ്കാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സർവശക്തൻ സ്ഥിരതയും ഉറപ്പും നൽകും. ശത്രുക്കളും നിഷേധ ശക്തികളും നമുക്ക് മുമ്പിൽ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റും തിരമാലകളുമൊക്കെ ഉയർത്തിയേക്കാം. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ പ്രത്യാശയിൽ ഉറപ്പിക്കാൻ സഹായിക്കും. ജ്ഞാനിയായ മനുഷ്യൻ പാറമേൽ വീട് പണിതു, മഴ പെയ്തു, കാറ്റ് വീശി, എന്നിട്ടും ഉറച്ചു നിന്നു എന്നതാണ് ആ വാക്കുകൾ. ക്രിസ്തുവാകുന്ന അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന നമ്മൾ പ്രതികൂലതകളിൽ സ്ഥിരമായി നിലനിൽക്കും. ഈ പ്രത്യാശയും വിശ്വാസവും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഇളകാത്ത സിയോൻ പർവ്വതം പോലെയാണ്. രണ്ടാമത് ഈ തിരുവചനം നമുക്ക് നൽകുന്നത് കർത്താവിലുള്ള ആശ്രയം നമുക്ക് സുരക്ഷിതത്വം നൽകും എന്നതാണ്. 125 സങ്കീർത്തനം 2 വാക്യം. പർവ്വതങ്ങൾ യെരൂശലേമിനെ വലയം ചെയ്തിരിക്കുന്നത് പോലെ കർത്താവ് ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. പുരാതന കാലത്ത് നഗരങ്ങളുടെ സംരക്ഷണത്തിനായി വലിയ മതിലുകൾ പണിയുമായിരുന്നു. എന്നാൽ യെരൂശലേമിന് അതിലൊക്കെ ഉപരിയായി പർവ്വതങ്ങൾ തന്നെ ഒരു സ്വാഭാവിക പ്രതിരോധമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ
ദൈവം തൻ്റെ മക്കൾക്ക് ചുറ്റും സുരക്ഷിത കോട്ടയാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ, പ്രതികൂലതകളിലൂടെ നടക്കുമ്പോൾ, രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ നമ്മെ കാക്കുന്നു എന്നാണ് 34-ാം സങ്കീർത്തനം 7-ാം വാക്യം നമുക്ക് നൽകുന്ന ഉറപ്പ്. കർത്താവിൻ്റെ ദൂതൻ അവനെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മൾ ശത്രുക്കളെയും പ്രതിസന്ധികളെയും നേരിടുമ്പോൾ ദിവ്യ സാന്നിധ്യത്തിൻ്റെ പരിരക്ഷയിലാണ് എന്ന സത്യം ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ വിസ്മയകരങ്ങളിൽ ഇരിക്കുന്നവരെ ആർക്കും ഉപദ്രവിക്കുവാൻ കഴിയില്ലെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. യോഹന്നാൻ 10-ാം അധ്യായം. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. മൂന്നാമത്, കർത്താവിലുള്ള ആശ്രയം എക്കാലവും നമുക്ക് സുസ്ഥിരത നൽകുന്നു എന്നതാണ്. എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് 125-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്. എന്നേക്കും. സാമ്രാജ്യങ്ങൾ വളരുകയും തളരുകയും വീഴുകയും ചെയ്യും. സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഇവിടെയും നിത്യതയിലും മാറ്റമില്ലാത്ത ഒരു ശാശ്വത ലക്ഷ്യമുണ്ട്, അടിസ്ഥാനമുണ്ട്, പ്രത്യാശയുണ്ട്. എബ്രായലേഖനം 12:28. ആകയാൽ ഇളകാത്ത ഒരു രാജ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ നന്ദിയുള്ളവരായിരിക്കാം. സിയോൻ പർവ്വതത്തെ പോലെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കണം. റോമൻ സാമ്രാജ്യം തകർന്നു, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിസ്ഥാനം യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ്. യോഹന്നാൻ 14:1-2 വാക്യങ്ങൾ. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, എന്നിലും ആശ്രയിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, സിയോൻ പർവ്വതം പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്ഥിരതയുള്ളവരും സുരക്ഷിതരും ശാശ്വതരുമാണെന്ന് 125-ാം സങ്കീർത്തനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ ആശ്രയം എവിടെയാണ്? സമ്പത്തിലോ, ആളുകളിലോ, അധികാരികളിലോ, മനുഷ്യൻ്റെ തത്വശാസ്ത്രങ്ങളിലോ ആണോ എന്ന് നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണം. അവയെല്ലാം കുലുങ്ങുകയും ഇളകുകയും ചെയ്യുന്ന താൽക്കാലിക അടിസ്ഥാനങ്ങൾ മാത്രമാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലരായിരിക്കും. ഒരു നിഷേധശക്തിക്കും ദുരന്തങ്ങൾക്കും ശത്രുക്കൾക്കും അവരെ തകർക്കുവാൻ കഴിയില്ല. പ്രതിസന്ധികളിൽ, മഹാരോഗങ്ങളിൽ, തകർച്ചകളിൽ, വീഴ്ചകളിൽ ഈ അചഞ്ചല വിശ്വാസം എന്നും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് പ്രസംഗിക്കുവാനും കേൾക്കുവാനും മാത്രമുള്ളതല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റമില്ലാത്ത മെൻ്റൽ സെറ്റായി എന്നേക്കും പ്രതിഷ്ഠിക്കപ്പെടുവാനുള്ളതാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി
എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഇത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ വാക്കുകളാണ്. ഞങ്ങളുടെ പ്രത്യാശയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഇളകാത്ത സിയോൻ പർവ്വതം പോലെയാണെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിന് നന്ദി, സ്തോത്രം. ക്രിസ്തു യേശുവാകുന്ന പാറയിൽ ഞങ്ങളുടെ ജീവിതം സുസ്ഥിരമായി ഉറപ്പിക്കുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ. പർവ്വതങ്ങൾ യെരൂശലേമിനെ വലയം ചെയ്യുന്നത് പോലെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നും എപ്പോഴും ഞങ്ങൾക്ക് സുരക്ഷിത കോട്ടയായിരിക്കണമേ. കർത്താവിൻ്റെ സ്നേഹകരങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളും തലമുറകളും സുരക്ഷിതരായിരിക്കണമേ. എല്ലാ ക്ഷീണിത ഹൃദയങ്ങളെയും പരാജിതരെയും അങ്ങയുടെ സമാധാനവും സ്ഥിരതയും കൊണ്ട് ശക്തിപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.